സംസ്ഥാന സർവകലാശാലകളിലേക്കുള്ള വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട UGC കരട് ചട്ടങ്ങൾ ചാൻസലർമാർക്ക് വലിയ അധികാരങ്ങൾ ഉറപ്പാക്കുകയാണ്. കേന്ദ്രം നിയമിക്കുന്ന ഗവർണർമാർ സംസ്ഥാന സർവകലാശാലകളുടെ എക്സ് ഒഫീഷ്യോ ചാൻസലർമാരാണ്. ചാൻസലർക്ക് കൈവരുന്ന അധികാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുമ്പോൾ ഇത് NDA സർക്കാരിലും ഭിന്നതയ്ക്ക് വഴിവെക്കുന്നു. ഗവർണർമാരെല്ലാം കേന്ദ്രത്തോട് കടപ്പെട്ടവരും വിധേയരുമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. BJP സഖ്യകക്ഷികളും ഇതിനെ എതിർത്ത് അവർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നത് നിയമത്തിലെ ഏകപക്ഷീയത തെളിയിക്കുന്നു. JDU ആണ് BJPക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നത്. പാർട്ടി ഇതുവരെ കരട് പ്രമേയം പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല എന്ന് JDU ചൂണ്ടിക്കാട്ടിയത് BJPക്ക് തിരിച്ചടി സമ്മാനിക്കുകയാണ്. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ പങ്ക് പരിമിതിപ്പെടുത്തുന്നതിലൂടെ വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാന സർക്കാർ പങ്കാളിത്തം പിന്നോട്ടടിക്കുമെന്ന് NDA കക്ഷിയായ TDPയും ചൂണ്ടിക്കാട്ടിയതോടെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാനാകാത്ത അവസ്ഥയിലാണ് BJP നിൽക്കുന്നത്. തെലങ്കാനയിലെ BRSഉം UGC കരട് ബില്ലിനെ എതിർക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ UGC കരട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രമേയം പാസാക്കിയതോടെ അത് അയൽ സംസ്ഥാനങ്ങളിലേക്കും പ്രതിഷേധമായി പടരുന്നു. കരട് നിയമത്തിനെതിരെ പിന്തുണ സമാഹരിക്കാൻ പ്രതിപക്ഷം ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, കർണാടക, കേരളം, പഞ്ചാബ്, ദില്ലി, തെലങ്കാന, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും സ്റ്റാലിൻ കത്തെഴുതി കഴിഞ്ഞിരിക്കുന്നു. UGC കരട് നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയാണ് തമിഴ്നാടിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ബംഗാളിൽ കരട് ചട്ടങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സംസ്ഥാന ഉന്നതതല വിദ്യാഭ്യാസ വകുപ്പ് 8 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ നീക്കത്തിൽ BJP ഏറെക്കുറെ ഒറ്റയ്ക്കാണെന്ന് പറയാം. പിന്തുണയ്ക്കാൻ അവരുടെ സഖ്യകക്ഷികളായ TDPയോ JDUവോ ഇല്ല എന്നതും വാസ്തവമാണ്. ഓരോ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിർണായക നിയമങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലും ചാൻസലർ നേരിട്ട് ഇടപെടണമെന്നാണ് പ്രധാന തീരുമാനമായി BJP പറയുന്നത്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങളെല്ലാം കേന്ദ്രത്തിന് വിധേയരായ ഗവർണർമാർ നിശ്ചയിക്കുന്നൊരവസ്ഥയുണ്ടാകും. അവരുടെ തീരുമാനങ്ങൾ അന്തിമമാകുമെന്നിരിക്കെ സംസ്ഥാനങ്ങൾ വെറും നോക്കുകുത്തികളായി മാറുന്നു. അധികാരത്തിന്റെ സമസ്ത മേഖലകളും കേന്ദ്ര ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് ഇതുവഴി നടപ്പിലാക്കാൻ സാധിക്കുക എന്ന് കാണാം. പുതിയ നിയന്ത്രണങ്ങൾ കേന്ദ്ര സംസ്ഥാന സ്വകാര്യ ഡീംഡ് സർവകലാശാലകൾക്ക് ബാധകമാകും. നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് ശേഷം 6 മാസത്തിനുള്ളിൽ എല്ലാ കോളേജുകളും സർവകലാശാലകളും പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വൈസ് ചാൻസലർ തെരഞ്ഞെടുപ്പിന് നിലവിൽ സംസ്ഥാന സർക്കാർ, ബന്ധപ്പെട്ട സർവകലാശാല, UGC എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു പ്രവർത്തനം. ഈ നീക്കവും തടയുകയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ 2 സഖ്യകക്ഷികളും വാളെടുത്തതോടെ BJP പിന്തിരിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.